ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തെ കണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ശ്രീ വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കേരളത്തിൻ്റെ മുഴുവൻ ആളുകളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എപ്പോഴും കള്ളകാര്യങ്ങൾ പറയുന്നു, കള്ളപ്രചരണം നടത്തുന്നു. അതൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല. ഇങ്ങനെ എന്തിനാണ് ഇതുപോലുള്ള കാര്യത്തിനകത്ത് നിരന്തരമായിട്ട് കള്ളം ആവർത്തിക്കുന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു മുഖ്യമന്ത്രി? ഇന്നിപ്പോൾ ലൈഫ് പദ്ധതിയായി ബന്ധപ്പെട്ടിട്ട് പുതിയ ഒരു വിവരം വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണത്. അതിൻ്റെ സാമ്പത്തിക വശം നോക്കുമ്പോൾ, രാഷ്ട്രീയ വശം നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ലൈഫ് പദ്ധതിയിൽ അർബൻ്റെ ഭാഗത്തുള്ള ഒരു കാര്യമാണെന്ന് ഓർഡർ വന്നേക്കുന്നത്. അതിനകത്ത് 1 ലക്ഷം രൂപ വെച്ച് ഗുണഭോക്താവ് നൽകണം. 4 ലക്ഷം രൂപയിൽ സ്ഥലമുള്ളതാണെങ്കിൽ ചിലപ്പം അതിൽ കൂടുതൽ വരും. സ്ഥലമുണ്ട് 4 ലക്ഷം രൂപ കിട്ടുന്നവർക്ക് 3 ലക്ഷം രൂപ കിട്ടും. സ്ഥലമില്ലാത്തവർക്ക് ഇപ്പോൾ കിട്ടുന്ന 6 ലക്ഷമാണ് 5 ലക്ഷം കിട്ടും. എന്നുവെച്ചാൽ 1 ലക്ഷം രൂപ ഗുണഭോക്താവ് നൽകണം എന്നൊരു തീരുമാനം വന്നിരിക്കുന്നു. അതിനൊപ്പം നേരത്തെ ദീർഘകാലമായി കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതും നമ്മൾ പണം മേടിക്കുന്നതിന് അവർ പറഞ്ഞൊരു കണ്ടീഷൻ സമ്മതിക്കാത്തതുകൊണ്ട് അത് ലൈഫിനകത്ത് വീടിനകത്തേക്ക് കയറുമ്പം ലൈഫിൻ്റെ മുദ്ര വെക്കണം. അപ്പോൾ ഒരു വീട് എത്ര വർഷം കഴിഞ്ഞാലും ഒരു വീട് സ്വന്തമായിട്ടുള്ളൊരാൾക്ക് വീടിനകത്തേക്ക് കയറുമ്പോൾ ഇത് ഹൈപ്പോത്തിക്കേറ്റഡ് ടു എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ ഉണ്ടാവുന്നത് പോലെ ഇത് എൻ്റെ അധ്വാന ഫലമായിട്ടൊന്നും അല്ല, ഇതിങ്ങനെ പ്രധാനമന്ത്രിയുടെ കേന്ദ്രത്തിൻ്റെ പണം മേടിച്ചിടണം, അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പണം മേടിച്ചാണ് എന്നുള്ളൊരു കാര്യം കൂടി വരും. അപ്പോൾ അത് വെക്കാതിരുന്നു, സംസ്ഥാനത്തിനെ വെക്കുന്നില്ല. കാരണം ലൈഫ് പദ്ധതിക്കകത്ത് നിങ്ങൾ നോക്കിക്കോളൂ, ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ ആ വീടിൻ്റെ അവിടെ ഇങ്ങനെ സർക്കാരിൻ്റെ ഒരു ഔദാര്യമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ബോർഡുകളില്ല. അപ്പോൾ ഇപ്പോൾ അത് കേന്ദ്രം അങ്ങനെ പറയുന്നത് ശരിയല്ലെന്ന സ്റ്റാൻഡാണ് നമ്മളെടുത്തത്. അത് വെക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം 1 ലക്ഷം രൂപ വെച്ച് അടയ്ക്കണം ഗുണഭോക്താവ് എന്ന നിലയിലേക്ക് ഒരു കാര്യം കൂടി വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് വലിയ ലാഭം ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ശരിക്കും നമ്മുടെ കേരളത്തിലെ ഉപഭോക്താക്കൾ കൊണ്ട് നഷ്ടം കൂടി നോക്കണം നിങ്ങൾ. കേരളത്തിൽ 5 ലക്ഷം വീടാണ് LDF ഗവൺമെൻറ് ഏകദേശം പറഞ്ഞത്. 5 ലക്ഷം വീടാണ് നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേയേറെ പൂർത്തീകരിച്ചു, ബാക്കിയും കൂടെ 5 ലക്ഷം വീടിന് 5 ലക്ഷം എന്നാണൊരു കണക്ക്. 5 ലക്ഷം വീടിന് 1 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ കണക്ക് കൂട്ടി എത്ര കോടി രൂപ വരും? 5000 കോടി രൂപ വരും. അപ്പോൾ കേരള ഗവൺമെൻറ് LDF ഗവൺമെൻറ് കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്ത ജനങ്ങൾക്ക് കൊടുത്ത 5000 കോടി രൂപ ഡിനേ ചെയ്യുന്ന, ഇനി വരുന്ന കാലത്ത് കൊടുക്കേണ്ടത് ഡിനേ ചെയ്യുന്നൊരു തീരുമാനം ഇത്. ഈ ഗവൺമെൻറ് കാലത്ത് 2-2.5 ലക്ഷമോ അല്ലെ 3 ലക്ഷമോ കൊടുക്കുന്നിരിക്കട്ടെ, കൊടുക്കുകയാണെങ്കിൽ അവർ കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് ഈ വീടുകൾക്കായിട്ട് അത്രയും 1 ലക്ഷം വെച്ച് വരുമ്പോൾ നിങ്ങൾ 3 ലക്ഷം വീടാണ് കൊടുക്കുന്നതെങ്കിൽ 3000 കോടി രൂപയാണ്. ചെറിയ തുകയല്ല ഇതിൻ്റെ ഭാഗമായിട്ട്. ഈ 3000 കോടിയുടെ കൂടെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് ഇവർ പറയുന്ന തരത്തിലേക്ക് നേരത്തെ ഇവർ PMC അടക്കമുള്ള കാര്യങ്ങളിൽ പറഞ്ഞ തത്വമുണ്ടല്ലോ, അതൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ അവർ ഒപ്പിട്ടേക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന 1 ലക്ഷം രൂപയ്ക്കടുത്ത് കിട്ടും സെൻറ്ററിൽ നിന്ന്. അതും കൂടി അഡീഷണൽ ബെനിഫിറ്റായിട്ട് കിട്ടുമല്ലോ, ഒരു 3000 കോടി രൂപ അഡീഷണൽ ബെനിഫിറ്റൂടെ കിട്ടും അതിൻ്റെ. ആ തരത്തിൽ സ്റ്റേറ്റിൻ്റെ വ്യക്തികൾക്ക് മേലിൽ ഈ വലിയ തുക അടിച്ചേൽപ്പിക്കുക. ഞാനീ പറഞ്ഞ 1 ലക്ഷം രൂപ അടിച്ചേൽപ്പിക്കുമ്പോൾ കഴിഞ്ഞ 5 ലക്ഷം വീടുകൾക്ക് ഇത് LDF ഗവൺമെൻറ് മേടിച്ചിരുന്നെങ്കിൽ 5000 കോടി രൂപ ആളുകളിൽ നിന്ന് മേടിക്കാമായിരുന്നു. 5000 കോടി രൂപ LDF ഗവൺമെൻറ് വീടുകൾക്ക് കൊടുത്തതാണ്. അതിന് പോലെ ഇപ്പോൾ ചെയ്യുകയായിരുന്നെങ്കിൽ ചിലവാക്കേണ്ട തുകയിൽ 3000 കോടി കുറയ്ക്കുക. എല്ലാ മേഖലയിലും സ്പെൻഡിങ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നേക്കുന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കേരളത്തിൽ എത്രയോ കാലമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം ഇല്ലാതാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അത് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, എല്ലാ മേഖലയിലും കൊടുക്കുന്ന വെട്ടിക്കുറയ്ക്കാൻ നിങ്ങൾക്കറിയാം. ലൈഫിൻ്റെ മാത്രമല്ല, ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതിക്കുള്ള പണം 3700 കോടി രൂപയാണ് ബഡ്ജറ്റ് വെച്ചേക്കുന്നത്, കൊടുത്തിട്ടില്ല. കണക്ട് വർക്കിന് 400 കോടിയാണ് വെച്ചിരിക്കുന്നത്, അത് കൊടുക്കുന്നില്ല. പ്ലാനിൽ 5000 കോടി വെട്ടിക്കുറച്ചു. പഞ്ചായത്തുകളുടെ മാത്രം 1500 കോടി വെട്ടിക്കുറച്ചു. ഇതെല്ലാം ചെയ്തത് കൂടാതെയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലും കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ കണക്കുകൾ നിങ്ങൾക്കറിയാം. 62 ലക്ഷം പേരാണ് ലിസ്റ്റിലുള്ളത്. അതിനകത്ത് പകുതിയോളം പേർക്കെങ്കിലും ഇപ്പോൾ നേരിട്ട് വീട്ടിൽ കിട്ടുന്ന ക്ഷേമ പെൻഷൻ അതൊഴിവാക്കി ബാങ്ക് വഴിയാണ് എന്നൊരു കണ്ടീഷൻ വെക്കുമ്പോൾ അതിനകത്ത്
അപേക്ഷ കൊടുത്ത് ഇതിൻ്റെ സമീപനം കുറേ പേര് അതിൽ നിന്ന് തന്നെ ഔട്ടായി പോകും. കാരണം കുറച്ച് വളരെ പാവപ്പെട്ട ആളുകളാണ്, ഈ കിടപ്പ് രോഗികൾക്ക് മാത്രമെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇത് പോയി കറക്റ്റ് ചെയ്ത് ബാങ്കിൽ പോയി ശരിയാക്കാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ചെല്ലാൻ പറ്റാതിരിക്കുമ്പോൾ തന്നെ കുറേ പേര് ഇതിൽ നിന്ന് തള്ളിപ്പോവും. പിന്നീട് ഇതെല്ലാം ശരിയായി വരാൻ വേണ്ടി 6 മാസമോ 8 മാസമോ 1 വർഷമൊക്കെ എടുക്കുകയാണെങ്കിൽ ആ സമയത്തേക്ക് കൊടുക്കാതിരിക്കാം. അങ്ങനെ 12,000 കോടി രൂപ വരെ ഒരു വർഷം കൊടുക്കുന്ന പെൻഷൻ ഇപ്പോഴത്തെ പുതിയ റേറ്റ് അനുസരിച്ച് അതിൽ കൂടുതൽ വരും. 2000 ആകുമ്പോൾ ആ പണവും വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയുള്ള തീരുമാനം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് അങ്ങേയറ്റം ജനങ്ങളെ വഞ്ചിക്കുന്നതും ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നതുമായ പ്രശ്നമാണ് എന്നുള്ളതാണ് ഈ ലൈഫുമായി ബന്ധപ്പെട്ട് വന്നേക്കുന്നത്. ലൈഫിൻ്റെ കാര്യം, പെൻഷൻ്റെ കാര്യമൊക്കെ ഇത് അടിയന്തരമായിട്ട് ഗവൺമെൻറ് തിരുത്തണം. അല്ലെങ്കിൽ ഇത്രയും പണം ഓരോരുത്തർക്കും ഇത്രയും കൊടുക്കുമ്പോൾ ഇത്രയും വലിയ തുക പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമാണ്. കൊടുത്തുകൊണ്ടിരുന്നതാണല്ലോ കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന LDF ആണോ UDF ആണോ എന്നുള്ളത് പ്രത്യേകം നോക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. കിട്ടിക്കൊണ്ടിരുന്നത് പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. ഒരു സ്ഥലം പോക്കറ്റടി തന്നെയാണ് ഗവൺമെൻറ് നടത്തുന്നത്. അങ്ങനെ ആളുകളുടെ വെട്ടിക്കുറയ്ക്കാൻ പാടില്ല. അത് തിരുത്തണമെന്നുള്ളതാണ് ഞങ്ങൾ ആ കണക്ക് വെച്ച് ആവശ്യപ്പെടുന്നത്. ഇതിനൊപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങളിലും ചെയ്യുന്ന സമീപനം നിങ്ങൾക്കറിയാം. ഇതേപോലെ തന്നെ വളരെ ഗൗരവതരമായിട്ടുള്ളൊരു സാമൂഹ്യ പ്രശ്നമായിട്ടുള്ള മയക്കുമരുന്ന് കേസിനകത്ത് പ്രതിയായ ആളുകളോട് എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സമീപനം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനകത്ത് ഓപ്പറേഷൻ തുഫാൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതിയായിട്ടുള്ള ഒരാൾ, അയാൾ മുഖ്യമന്ത്രിയുടെ മീഡിയ ടീമിലുള്ള ആളാണ്, കോർഡിനേറ്ററാണെന്നുള്ള വാർത്ത വന്നു. അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, അങ്ങനെയൊന്നും എനിക്ക് മീഡിയ കോർഡിനേറ്റർമാരൊന്നും ഇല്ല, നിങ്ങൾ നോക്കിക്കോ, എനിക്കതിൻ്റെ ആവശ്യമില്ല, അപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല, എല്ലാം സ്വയംഭൂവാണ് അദ്ദേഹത്തെപ്പറ്റി വരുന്ന എല്ലാ പ്രചരണവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് മെറ്റയുടെയോ മറ്റോ ആരുടെ ആയാലും ഏത് പേജായാലും നോക്കിയാൽ ആരൊക്കെയാണിത് അപ്ലോഡ് ചെയ്യുന്നത്, ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് മീഡിയ ഈ പേജുകൾ ഓപ്പറേറ്റ് ചെയ്ത ആളുകളുണ്ടെന്നുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് വന്നപ്പോൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇയാൾ നവകേരള യാത്രയ്ക്ക് അവിടെ പോലീസ് ഇയാളെ മർദ്ദിച്ചിരുന്നു, ലാത്തിച്ചാർജ് ചെയ്തു. ലാത്തിച്ചാർജ് ചെയ്ത സമയത്ത് ഭീകരമായ ലാത്തിച്ചാർജ് ആയതുകൊണ്ട് ഇയാൾക്ക് നടക്കാനോ ഇടിക്കാനോ വയ്യാത്തതുകൊണ്ട് പിന്നെ പോയി കണ്ടു. എന്തായാലും അങ്ങനത്തെ ഒരു ലാത്തിച്ചാർജ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ആ ഭാഗത്ത് അങ്ങനെ ഒരു ലാത്തിച്ചാർജും ആൾ കിണ്ണിച്ചടക്കാൻ പറ്റാത്തൊരു ലാത്തിച്ചാർജും ഒക്കെ വന്നോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ആലപ്പുഴയിലൊരു കേസ് വെച്ചിട്ടാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായി. അത് തന്നെ കോടതി തന്നെ കൊടുത്തത് മോർഫ് ചെയ്തതാണെന്നുള്ളത് വാർത്ത വന്നല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം കേസുള്ളതുകൊണ്ട് അത്രയ്ക്ക് ദിവസവും ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലാത്തിച്ചാർജ് ഉണ്ടോ, എത്രത്തോളമാണെന്നുള്ളത് നോക്ക്. എന്തായാലും അതിനുവേണ്ടി മാത്രമാണ് പോയി കണ്ടത് എന്നുള്ളത് അത് തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ. നവകേരള യാത്ര തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെ അതിൻ്റെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുമ്പ് കോഴിക്കോട് 2022 മാർച്ച് മാസം 22-ാം തീയതി നടത്തിയ ഇഫ്താർ പാർട്ടിയിൽ ഈ കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത്, മുഖ്യമന്ത്രിയുടെ അടുത്ത്, അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ പലരും ഇഫ്താർ പാർട്ടിക്ക് പോയി കാണുമല്ലോ. നിങ്ങൾ ഈ ആളെ നോക്കി നോട്ട് ചെയ്യാനും വേണ്ടിയുള്ള പരിചയമൊന്നും കാണത്തില്ല. പക്ഷേ ആ ഇഫ്താർ പാർട്ടി പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ 2025-ൽ. വളരെ പ്രധാനപ്പെട്ട LDF ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തി UDF അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ മാത്രം പങ്കെടുത്തൊരു മീറ്റിങ്ങിനകത്ത് ഈ പറഞ്ഞ വിവാദ നായകൻ അതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നീടിപ്പോൾ 10-40 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെതായി വരുന്ന വാർത്തകൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ട്, പലതവണ കണ്ടു. ഇതിനകത്ത് പ്രശ്നം ശ്രീ VD സതീശൻ അദ്ദേഹത്തെ കണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കേരളത്തിൻ്റെ മുഴുവൻ ആളുകളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എപ്പോഴും കള്ള കാര്യങ്ങൾ പറയുന്നു, കള്ളപ്രചരണം നടത്തുന്നു. അതൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല. ക്രിമിനൽ കേസിനകത്ത് പ്രതിയായ ആളുകളുമായി അടുത്ത് സഹകരിക്കുന്നു എന്ന് പറഞ്ഞൊരു ആരോപണം വരുമ്പോൾ മാധ്യമങ്ങളാണ് സ്വാഭാവികമായിട്ട് ഇത് കൊണ്ടുവരുന്നത്. അതിനകത്ത് ഇങ്ങനെ എന്തിനാണ് ഇതുപോലുള്ള കാര്യത്തിനകത്ത് നിരന്തരമായിട്ട് കള്ളം ആവർത്തിക്കുന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു മുഖ്യമന്ത്രി?